അതായത് ടൈഗർ റിസർവ് മുതുമല തന്നെയാണ് കേട്ടോ. അത് ഒന്ന് ഡ്രൈവ് ചെയ്തതിനുള്ളൂ, ഡ്രൈവ് ചെയ്ത് പോവാന്ന് പറയുന്നത്. മൃഗങ്ങളെ കാണും ചെയ്യാം, പിന്നെ നമ്മളൊരു ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഡ്രൈവ് ചെയ്യാന്നുള്ള രീതിയിൽ. കാരണം നല്ല റോഡാണ്, പിന്നെ അത്രയ്ക്കധികം സീനറി ഉണ്ട്. നമുക്ക് സൈഡിലൊക്കെ മാനുകളെ കാണാം. എന്താണെന്നറിയില്ല, മാനുകളെ ഷൂട്ട് ചെയ്ത് നമുക്ക് കുറച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് മാനുകളെയും കാണാം, അങ്ങനെ മൃഗങ്ങളെ കാണാം ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കാട്ടുപോത്തിൻ്റെ ഏരിയയാണ്, പക്ഷേ കാട്ടുപോത്തുകൾ രാത്രി ആണ് ഈ ഒരു പരിസരത്തൂടെ വരിക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. രാത്രി മാത്രമാണ് അവർ ഈ ഭാഗത്ത് കൂടെ ഇറങ്ങുന്നത്. മാനുകളെ കണ്ടോ, ചെറുതായിട്ട് മാനുകളുടെ കൂട്ടത്ത് അങ്ങനെ ചെറുതായിട്ട് കാണാം. അപ്പം അങ്ങനെയാണ്. പക്ഷേ ഇതിലുള്ള യാത്ര, ഇതിൻ്റെ ഇടയിലൂടെയുള്ള നമുക്ക് ഈ സൈഡിലുള്ള 2 സൈഡിലെ അടിക്കാടുകളൊക്കെ അവർ മുഴുവനായിട്ട് വെട്ടി ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും വണ്ടി പോകുന്ന സ്ഥലം കൊണ്ട് അതിൻ്റെ 2 സൈഡിലുള്ള കാടുകൾ അവർ വെട്ടി വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും മൃഗങ്ങളൊക്കെ സൈഡിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ റോട്ടിലുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ അവരത് വെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും ഒരു പോകണം, ഒരു ട്രിപ്പൊക്കെ പോകണം എന്നുള്ള ഒരു ജസ്റ്റ് ഒന്ന് വലിയ പൈസയൊന്നും ഇല്ലാതെ നമുക്ക് പോയി വരാവുന്ന സംഗതികളാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഭംഗിയുണ്ട്, പോകാനുള്ളൊരു മൂടുണ്ടായാൽ മതി. കാരണം ആ യാത്ര, അതിലൂടെയുള്ള വനത്തിൻ്റെ നടുവിലൂടെ ഉള്ള യാത്ര, അത് ഭയങ്കര ഒരു രസം തന്നെയാണ്. മരങ്ങളും അതിലൊക്കെ ഓരോരോ ചെറിയ പക്ഷികളും അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു DSLR ക്യാമറ ഒന്നും അല്ലാത്തതിനെ കൊണ്ടാണ് നമുക്ക് ആ കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമുക്കിതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കാം. കാരണം അത്രയ്ക്കും ഭംഗിയായിട്ടാണ് ഓരോന്നും ഉള്ളത്. പിന്നെ ദൂരത്തു നിന്നൊക്കെ നമുക്ക് ആന ഇങ്ങനെ ഇറങ്ങി നദിയിലേക്ക് പോകുന്ന ഈ അതൊക്കെ ഇടിച്ച് മണ്ണൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ ഒരു ചാല് പോലെ ഉണ്ടാക്കിയതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊന്നും നമുക്കിങ്ങനെ സൂം ചെയ്തെടുക്കാൻ പറ്റാത്തതിനെ കൊണ്ടാണ്. പിന്നെ നമ്മൾ ആ മരത്തിലൊക്കെ നോക്കിയാൽ തന്നെ കാണാം മരങ്ങൾ കാണാനുള്ള ഭംഗി. അങ്ങനെ അതിൻ്റെ ഇടയിലൂടെയുള്ള യാത്ര, അങ്ങനെ വലിയ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിലില്ല. അങ്ങനെ അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ മരയണ്ണാനാണോ ഇനി എന്താണെന്ന് പറയാനല്ല, വേറൊരു ഇതുണ്ട്, മരത്തിൻ്റെ മുകളിൽ മാത്രം നിൽക്കുന്നു. അതിനൊക്കെ ശരിക്കും നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഇതിൽ കടുവ, ടൈഗർ റിസർവ് എന്ന് പറയുന്നത്, കടുവ എന്തായാലും ഉണ്ടാവും എന്നാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ പെട്ടെന്നൊന്നും നമ്മുടെ കണ്ണിലത് പെടാത്തതിനെ കൊണ്ട് നമ്മളത് കണ്ടില്ല. പക്ഷെ നല്ല ഭംഗിയാണ് യാത്ര, എല്ലാവരും ഒന്ന് ആസ്വദിക്കണം പോയിട്ട്.